എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നീറ്റ് പരീക്ഷയില് വില്ലനായിട്ടുള്ള ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നീറ്റ് പരീക്ഷാ ഹാളിൽ നിന്ന് കരഞ്ഞ് വിതുമ്പി വന്ന വളരെയധികം വിദ്യാർത്ഥികളെ നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി. അപ്പം ഒരു കൗതുകത്തിന് അതീതമായി പല പേരൻസും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? +2 പരീക്ഷയ്ക്ക് ടഫായിട്ടുള്ള പേപ്പർ ഏതാണ് എന്ന് കുട്ടികളോട് ചോദിക്കുമ്പോൾ ഭൂരിഭാഗം ഫിസിക്സ് എന്നുള്ള ഒരു ഉത്തരമാണ് വരുന്നത്. അപ്പൊ ഇന്ന് നമ്മള് ഈ ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് എന്തുകൊണ്ടാണ് ഒരു വില്ലനായത്, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ടഫ് ആവാനുള്ള കാരണം, അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കാനുള്ള മെത്തേഡ്, നമ്മൾ ടീച്ചിങ്ങിന് പെഡഗോഗി എന്ന് പറയും അല്ലെ, അതേപോലെ ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു വിഷയം പഠിക്കാനായിട്ടുള്ള ഒരു മെത്തഡോളജി എന്താണ്? വളരെ കൊച്ചു കുട്ടിയായിരിക്കുന്ന ടൈം പീരീഡിൽ, ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ബുദ്ധിക്കും വെച്ച് നമ്മൾ പഠിക്കാനായിട്ട് സീരിയസ് ആവുന്ന ഒരു കാലഘട്ടം 6ാം ക്ലാസ് ആയിരിക്കാം, അല്ലെങ്കിൽ 7ാം ക്ലാസ് ആയിരിക്കാം. ഇത്തരത്തിലുള്ള ഒരു ടൈം പീരീഡിൽ തന്നെ നമ്മൾ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് നമ്മൾ ഒരു 10 ഇൻപുട്സ് ആണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുമ്പോൾ ഈ 10 കാര്യങ്ങളെ കുറിച്ച് പറയുകയും ഇതുമായി ബന്ധപ്പെട്ട ബ്രെയിൻ എക്സസൈസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി, നമ്മളെപ്പോഴും ഇതിനെ ABO എന്നാണ് പറയുക, ആക്ടിവിറ്റി ബേസ്ഡ് ഔട്ട്കം. ചിലവർ ABL എന്ന് പറയും, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്. അപ്പം അതൊക്കെയും സൈക്കോളജിസ്റ്റിന്റെ ഭാഷകളായിരിക്കും. നമുക്ക് വളരെ സിമ്പിളായിട്ട് 10 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ ഒരു 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും ഒക്കെയുള്ള കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഈ നീറ്റ് പരീക്ഷയ്ക്കുള്ള ഒരു പാരലൽ ആയിട്ടുള്ള ബൈപ്പാസ് മെത്തേഡ് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് കുട്ടികളിലെ ഈ ഒരു ഫിസിക്സ് എന്ന് പറയുന്ന ഫോബിയ, ആ ഫിസിക്സ് ഫോബിയ ഒഴിവാക്കാനായിട്ട് സാധ്യമാകുന്നത്. ഏറ്റവും ആദ്യം ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻ ഡെപ്ത് അനാലിസിസ് അതാണ് എല്ലായ്പ്പോഴും ഉണ്ടാവേണ്ടത്. ഇൻഡെപ്ത് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ എക്സസൈസ് ആണ്. നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവണം, ഫോക്കസ്ഡ് ആയിരിക്കണം. അപ്പൊ അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസ് ഏതായിരിക്കും? പല തരത്തിലുള്ള എക്സസൈസും ഉണ്ട്, പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാം. യു ക്യാൻ റീഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഡെയിലി. ഈവൻ സിവിൽ സർവീസിന് പോവുകയാണെങ്കിലും നമുക്കത് യൂസ്ഫുൾ ആണ്. നിങ്ങൾ IMU CET അല്ലെങ്കിൽ NDA പോലെയുള്ള യൂണിഫോം ആയിട്ടുള്ള പരീക്ഷകൾക്ക് സപ്പോർട്ട് ചെയ്യും. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കേരള PSC ആയാലും, അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് UPSC എക്സാം ആയാലും ഇത് വളരെയധികം യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഞാൻ ബ്ലണ്ടായിട്ട് പറഞ്ഞു നിർത്താൻ പറ്റില്ല അല്ലെ. ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ വായിക്കുന്ന ഒരു ന്യൂസ് പേപ്പർ അത് ഹിന്ദു ന്യൂസ് പേപ്പറാണ്. അപ്പം ഞാനൊരു ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ പരസ്യം ആയിട്ട് പറയാ, നിങ്ങൾ ഹിന്ദു വാങ്ങിക്കണം എന്ന് പറയാന്നല്ല. ഏത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും നിങ്ങൾക്ക് വാങ്ങിക്കാം, പക്ഷെ ഞാൻ വായിക്കുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറാണ്. അപ്പൊ അതിന്റെ ക്വാളിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ വേർഡ്സ് അങ്ങനെയുള്ള ആ റീഡിങ് പ്രാക്ടീസ് കൊണ്ടുവരാം. അപ്പൊ വെറുതെ റീഡ് ചെയ്യുക എന്നുള്ള പ്രക്രിയ അല്ല അവിടെ ഉണ്ടാവുന്നത്. അവിടെ ന്യൂസ് പേപ്പറിന്റെ അനാലിസിസ് പാർട്ടും
അതുപോലെ പാരാലിസിസ് പാർട്ടും നമ്മുടെ ഭാഗത്തുണ്ടാവണം. എന്തുകൊണ്ടാണ് ആ ഒരു വാർത്ത വരാനായിട്ടുള്ള കാരണം, ഈ വാർത്തയുടെ പ്രാധാന്യം എന്താണ്, അതുപോലെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഈ വാർത്തയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചുരുളഴിയാനുണ്ട്. അപ്പൊ നാളെ പത്രത്തിലെ ഈ വാർത്തയുടെ നെക്സ്റ്റ് ഫേസ് എന്തായിരിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് പത്രം വായിച്ചെടുക്കാനായിട്ട്, അത് വായിച്ചെടുക്കാനായിട്ടുള്ള ഒരു സ്കില്ല്, അതാണ് ഇൻഡെപ്ത് അനാലിസിസിന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്ന ഒരു ബ്രെയിൻ എക്സസൈസ് അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് ആയിട്ട് പറയാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഫാസ്റ്റ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ്. നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിരിക്കണം, അല്ലെ? അപ്പൊ അതിന് നിങ്ങളുടെ ഹോബി ചിലപ്പോൾ ക്രിക്കറ്റ് ആയിരിക്കും. ക്രിക്കറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കാണുമ്പോൾ ലൈവ് കമന്ററീസ് ഒക്കെ കാണാം, അല്ലെ? അപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവര് പറയുന്നതിനോടൊപ്പം തന്നെ അത് പറയാനായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. Oh, the ball has gone into it was just a catch, fantastically done. അങ്ങനെയൊക്കെയും പറയുന്ന രീതിയിൽ അവര് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആവർത്തനം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് നിങ്ങളുടെ സ്പീഡ്, നമ്മൾ ത്രൂപുട്ട് അനാലിസിസ് എന്നൊക്കെ നമ്മുടെ ഭാഷയിൽ പറയും. അപ്പം നമ്മളുടെ ഫാസ്റ്റ് ആയിട്ട് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സ്കില്ല് നമുക്ക് കിട്ടും. കാരണം അവരുടെ ലാംഗ്വേജിന്റെ ഫ്ലോ ഭയങ്കര ഫാസ്റ്റ് ആണ്. ഒരാള് വേറൊരാളുടെ അടുത്ത് ഗുഡ് മോർണിംഗ് പറയുന്നത്, സോ വെരി ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ പ്രസന്റ് ഓവർ ഹിയർ, അല്ലെ? നമ്മളാണെങ്കിൽ കാണുന്ന ഒരാളിനെ ഉറക്കം തോന്നി, ഗുഡ് മോർണിംഗ്, അല്ലെ? അപ്പൊ അതിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ് നമ്മുടെ രണ്ടാമത് ചെയ്യേണ്ട ആക്ടിവിറ്റി. മൂന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ അനാലിറ്റിക്കൽ പാരാമീറ്റർ എന്താണ് എന്ന് ചെക്ക് ചെയ്യാം. സാധാരണ അനാലിറ്റിക്കൽ പാരാമീറ്റർ ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ചില കുട്ടികളോട് ചോദിക്കും, നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. മാത്സിൽ ഔട്ട് ഓഫ് 10 വാട്ട് ഈസ് യുവർ സ്കോർ പറയുമ്പോൾ പലരും 5, 3, 4 എന്നുള്ള നമ്പറിലേക്കാണ് പോവുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ ഒരു അനാലിറ്റിക്കൽ പാരാമീറ്റർ നമുക്ക് ഫാസ്റ്റ് അപ്പ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ ഡിവിഷൻ ആണ് സാധാരണ എല്ലാവർക്കും ടഫ്. നമ്മള് BODMAS ബോഡ് മാസ് എന്നൊക്കെയും പറയും, അല്ലെ? അതിലെ ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, എഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്. അപ്പൊ ആ ഡിവിഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. എക്സാമില് പെട്ടെന്ന് നമുക്ക് ഡിവിഷൻ ചെയ്തെടുക്കാനും പെട്ടെന്ന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെയുള്ള ആ ഒരു കാര്യക്ഷമത അനാലിറ്റിക്കൽ പാരാമീറ്ററിലൂടെയാണ് കിട്ടുക. കൊച്ചു കുട്ടികൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബാക്കസ് ട്രെയിനിങ് തൊട്ട് കുറച്ചുകൂടി വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേദിക് മാത്സ്, ഫാസ്റ്റ് മാത്സ് എന്നൊക്കെ നമ്മൾ പറയും, അല്ലെ? അപ്പൊ ആ രീതിയിൽ നമ്മളുടെ മാത്സ് പാർട്ട് വളരെ സ്ട്രോങ് ആയിരിക്കും. സാധാരണ ഈ +2 മാത്സ് താല്പര്യമില്ലാത്ത കുട്ടികളാണ് കൂടുതലും. എനിക്ക് മാത്സ് വേണ്ട, 10ാം ക്ലാസ്സോടുകൂടി മതി, അല്ലെ? അപ്പം ഒരു ടീച്ചറിന്റെ പേരാണ് ഭാനുമതി. അപ്പൊ മാത്സ് ക്ലാസ്സില് കുട്ടികള് പകുതി ആവുമ്പോഴേക്കും ടയേർഡായി അവർ പറയും, ഭാനു മതി എന്ന് പറയും. അപ്പൊ അതേപോലെ മാത്സ് പാർട്ട് നമ്മൾ വളരെ സ്ട്രോങ് ആക്കി എടുക്കുക എന്നുള്ളതാണ് മൂന്നാമത് ഞാൻ പറഞ്ഞിട്ടുള്ള അനാലിറ്റിക്കൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. വെറുതെ ഇരിക്കുന്ന സമയത്ത് വരെ ഒരു പേപ്പറിൽ 56 × 43 ചെയ്തു നോക്കാം, അല്ലെ? കാരണം എന്താ, മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം. പക്ഷെ ആ രീതിയിൽ നമ്മുടെ മാത്സ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് പല ആൾക്കാരും മടിക്കും. ഒരു പേപ്പറും പേനയും എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കില്ല, ഒന്ന് പടം വരയ്ക്കും, അല്ലെ? അതേപോലെ മാത്സും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബ്രെയിനില് തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഈ അനാലിറ്റിക്കൽ ആക്ടിവിറ്റി ചെയ്യണം. അപ്പൊ ഇത് ചെയ്യേണ്ടതൊക്കെ എപ്പോഴാ, നമ്മളുടെ ചെറുപ്പ കാലഘട്ടത്തിലെ
ഇത്തരത്തിലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാൻ സമയം ഉണ്ടാവും അല്ലെ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് SSLC പരീക്ഷയുടെ പേടിയില്ല. അവന് +2 ഹയർ സെക്കൻഡറി പരീക്ഷയുണ്ട്, അല്ലെങ്കിൽ നീറ്റ് എക്സാം ഉണ്ട് എന്നുള്ള പേടിയില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി പാരന്റ്സിനോടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഗ്രേ ഏരിയാസ് കുട്ടികളിൽ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളാണ് ബെസ്റ്റ്. വെറുതെ ഫീസ് അടച്ചിട്ടുണ്ട് 50,000 രൂപ, ആ ടീച്ചർമാരുടെ ഉത്തരവാദിത്തമല്ലേ എന്ന് പറയാൻ പാടില്ല. നമ്മളുടെ മക്കളാണ് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ഭാഗത്തുനിന്നും ഈക്വൽ ആയിട്ട് നമ്മളും ട്രൈ ചെയ്യണം. നമ്മുടെ മക്കളിനെ ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മളാണ് അല്ലേ? അപ്പൊ അതേപോലെ നമ്മൾ ഇനി 4ാമത്തെ പോയിന്റിലേക്ക് കടക്കാൻ പോവാണ്. 4ാമത്തെ എന്ന് പറയുന്നത് യു ഹാവ് ടു സമ്മറൈസ് ദ പോയിന്റ്. കഴിഞ്ഞ നീറ്റ് പരീക്ഷയ്ക്ക് കുട്ടികൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ്സേ റൈറ്റിംഗ് പോലെ പാരാഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? അപ്പൊ അത് വായിച്ചു കഴിയുമ്പോ തല എവിടെയാ വാല എവിടെയാ കിടക്കണേന്ന് അറിയാൻ പറ്റില്ല. ഈവൻ ബയോളജിക്കൊക്കെ അതേപോലെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ നമ്മൾ എന്തുണ്ടാവണം? നമ്മള് പോയിന്റ്സിനെ സമ്മറൈസ് ചെയ്യാനായിട്ടുള്ളൊരു, ക്രോഡീകരിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി. ഒരു റൂം നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ആ റൂമില് കുറെ സ്ഥലങ്ങളിൽ പൊടി, മാറാല അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം? ഒരു ബ്രൂം സ്റ്റിക്ക് ഉണ്ടാവണം. അത് വെച്ച് നമ്മൾ അടിച്ചു വാരി ഒരു ഭാഗത്തേക്ക് ക്രോഡീകരിച്ചാലാണ് അത് ക്ലീൻ ആവുള്ളൂ അല്ലെ? അതേപോലെ ക്രോഡീകരിച്ചാൽ മാത്രമാണ് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അങ്ങനെ ക്രോഡീകരിക്കാനായിട്ടുള്ള ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. സാധാരണ സമ്മറൈസിങ് പോയിന്റ്സിന് നമ്മൾ ചെയ്യാൻ പറയുന്ന ഒരു എക്സസൈസ് ഉണ്ട്. കുട്ടികളുടെ അടുത്ത് പുസ്തകം ധാരാളം വായിക്കാൻ പറയും. ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സമ്മറി അവരെ കൊണ്ട് തന്നെ പാരന്റ്സിന് പറയാം അല്ലെ? നീ ഇന്ന് വായിച്ച ആ പുസ്തകത്തിനെ കുറിച്ച് പറയാൻ പറ്റും. പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് ഉണ്ട് കേട്ടോ. മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ്. അതായത് ആണുങ്ങൾ ചിന്തിക്കുന്ന ഒരു തരത്തിലുള്ള പാറ്റേണിലായിരിക്കില്ല സ്ത്രീകള് ചിന്തിക്കുന്നത്. അപ്പൊ ആ പാറ്റേണിനെ കുറിച്ച് കൃത്യമായിട്ട് മനോഹരമായിട്ട് ഈ ഒരു ബുക്ക് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾക്കും വേണമെങ്കിൽ വായിക്കാം. നല്ലൊരു പുസ്തകമാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന, റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കാണ്. അപ്പൊ അങ്ങനെ ഒരു ബുക്കിന്റെ റിവ്യൂ, അതുപോലെ ആ ബുക്ക് മുഴുവൻ വായിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അതിന്റെ സമ്മറി എഴുതുകയും മറ്റു കുറച്ച് ആൾക്കാരോട് ആ സമ്മറി പറയുകയും ചെയ്യാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്തായി? നമ്മുടെ ആ ഒരു സ്കില്ല്, ഈ പറയുന്ന സമ്മറൈസ് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ 4ാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം, നമ്മള് ടോപ്പ് ടു ബോട്ടം സമ്മറൈസ് ചെയ്യാനുള്ള സ്കില്ല് വരുമ്പോ ഒരിക്കലും എസ്സേ ആയിട്ടുള്ള ഒരു ചോദ്യം വരുമ്പോ തല എവിടെയാ വാല എവിടെയാ എന്നുള്ള ഒരു ഇഷ്യൂ നമുക്ക് വരാനായിട്ടുള്ള യാതൊരു സാധ്യതയും വരുന്നില്ല. ഇനി നമ്മള് 5ാമത്തെ പോയിന്റിലേക്ക് കടക്കാണ്. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടോപ്പിക്കിന്റെ അനാലിസിസ് ആണ്. അപ്പൊ ടോപ്പിക് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുട്ടി പരീക്ഷ കഴിഞ്ഞ് പറഞ്ഞതാണ്, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ചാപ്റ്ററിലത്തെ ആണ് എന്ന് പോലും എനിക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഈ 5ാമത്തെ കേസില് ടോപ്പിക് അനാലിസിസ് എന്ന് പറയുന്ന ഭാഗം വരുന്നത്. ടോപ്പിക് അനാലിസിസ് ചെയ്യാനായിട്ടുള്ള ഒരു എക്സസൈസ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒറാറ്റോറിയൽ സ്കിൽസ് അല്ലെ, പ്രസംഗിക്കാനായിട്ടുള്ള നിങ്ങളുടെ സ്കിൽ, ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾ സെലക്ട് ചെയ്യാം. ആ ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒന്ന് പ്രസന്റ് ചെയ്യാൻ, നമുക്ക് പ്രസംഗിക്കാനായിട്ടുള്ള സ്കില്ല് കിട്ടുകയാണെങ്കിൽ ഒരു ടോപ്പിക്കിനെ കീറി മുറിച്ച് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്യാനായിട്ട് ഒരു എക്സസൈസ് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഇതുപോലെ പ്രസംഗം റെഡിയാക്കുക. ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോ, ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ പ്രസന്റേഷൻ,
പ്രസംഗം എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ എനിക്ക് ഒരു എക്സാമ്പിൾ പറയാം, പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ. നമ്മുടെ ഫിസിക്സിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പിക് നിങ്ങൾ എടുക്കുക. സേ ഫോർ എക്സാമ്പിൾ ഇലക്ട്രോ ഡൈനാമിക്സ്, അതേപോലെ ഒപ്റ്റിക്സ്, ബോത്ത് റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ് ആൻഡ് ഡുവൽ നേച്ചർ, അല്ലെ മോഡേൺ ഫിസിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ്. അവിടെ ആറ്റത്തെ കുറിച്ചും ന്യൂക്ലിയൈനെ കുറിച്ചും അതുപോലെ സെമി കണ്ടക്ടർ ഫിസിക്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രസന്റ് ചെയ്യാൻ പറ്റുക, കഥ പോലെ പ്രസന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, നമ്മളുടെ ആ ഒരു ടോപ്പിക് വൈസ് അനാലിസിസ് എന്ന് പറയുന്നത് ഭംഗിയായിട്ട് കഴിയും, അല്ലെ? അങ്ങനെ നമുക്ക് പുസ്തകം അടച്ചു വെച്ച് ഫിസിക്സിന്റെ തന്നെ ഏതൊക്കെ ചാപ്റ്റർ നമ്മൾ പഠിച്ചേ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജസ്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. രണ്ടാമത്തെ ചാപ്റ്ററോ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ. ചാപ്റ്റർ നമ്പർ 3 പ്ലസ് 2 കുട്ടികൾക്ക് എന്താണ്, കറന്റ് ഇലക്ട്രിസിറ്റി ആണ് മൂന്നാമത്തെ ചാപ്റ്റർ. അതേപോലെ നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ മാഗ്നറ്റിസം ആരംഭിക്കുകയാണ്, അല്ലെ? അത് അഞ്ചാമത്തെ ചാപ്റ്റർ ആകുമ്പോഴോ എർത്തിന്റെ മാഗ്നറ്റിസത്തിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ ആണ്. അവിടെയാണ് നമുക്ക് ഈ പറയുന്ന പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, അങ്ങനെ ഫെറോ മാഗ്നറ്റിസം ഒക്കെ വരുന്നത്. എർത്തിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറയാം. ഇനി നമ്മൾ ആറാമത്തെ ചാപ്റ്റർ വരുമ്പോൾ ഫാരഡയെ കുറിച്ചും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ചിട്ടുമാണ് പഠിക്കുന്നത്. ഏഴാമത്തെ ചാപ്റ്റർ വന്നു കഴിഞ്ഞാലോ നമ്മളുടെ പാസീവ് സർക്യൂട്ട് ആയിട്ടുള്ള കമ്പോണൻസ് അഥവാ ലംബ്ഡ് കമ്പോണൻസ് ആയിട്ടുള്ള റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, RLC സർക്യൂട്ടാണ്. അപ്പൊ അവിടെ പഠിക്കാനുള്ള റെസൊണൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്, ക്വാളിറ്റി ഫാക്ടർ ഉണ്ട്. അതൊക്കെ നമുക്ക് ഭംഗിയായിട്ട് ഇതിൽ നിന്ന് അനലൈസ് ചെയ്യുന്ന കാര്യമാണ്. ഇനി പാർട്ട് 1 അവസാനത്തെ ചാപ്റ്റർ, എട്ടാമത്തെ ചാപ്റ്റർ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ നമുക്ക് ക്രോണോളജിക്കൽ ഓർഡറിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പെനിട്രേറ്റീവ് ആയിട്ടുള്ള ഒരു ഗാമ റേസ് ഉണ്ട്, അല്ലെ? അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഇതേപോലെ എക്സ്റേസ് ഉണ്ട്. റോൺചനൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള കൈയിന്റെ എല്ലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്റേസ് ഉണ്ട്. പിന്നെ നമുക്ക് അതിന്റെ താഴെയാണ് അൾട്രാ വയലറ്റ് രശ്മികൾ, അല്ലെ? UV റേസ്. വെള്ളം ശുദ്ധീകരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഈ പറയുന്ന റിവേഴ്സ് ഓസ്മോസിസ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യും, അല്ലെ? ഒരു സിനിമ നടി ഹിന്ദിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, സബ്സെ ശുദ്ധ പാനി എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം. അപ്പൊ അതാണ് UV എന്ന് പറയുന്ന ഭാഗം, അല്ലെ? അതിന്റെ താഴെയാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ്. മനുഷ്യന്മാരുടെ ഈ ഒരു നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് സാധ്യമായിട്ടുള്ളതാണ് ഈ പറയുന്ന വിബ്ജിയോർ കളേഴ്സ്, അല്ലെ? കഴിഞ്ഞ ആഴ്ച കണ്ട് നമ്മൾ പുതിയൊരു കളറൊക്കെ കണ്ടുപിടിച്ചു എന്നൊക്കെയും പണ്ട് പറയും, പുതിയ ടേസ്റ്റ് ഉണ്ട്, ഉമാമി എന്ന് പറയുന്ന പോലെ പുതിയ കളർ കണ്ടുപിടിച്ചു എന്നൊക്കെയും കഴിഞ്ഞ ആഴ്ച വലിയൊരു വാർത്തയുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന വിസിബിൾ ലൈറ്റിന്റെ താഴെയാണ് ഇൻഫ്രാറെഡ് ലൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെ? അതിന്റെ അടിയിലാണ് നമുക്ക് ഈ പറയുന്ന മൈക്രോവേവ് റേസ്, ലോങ് റേസ്. അപ്പൊ അങ്ങനെ ആ ഒരു എന്താണ് സീരീസ് ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ പറഞ്ഞു വന്നത് എട്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വരുമ്പോഴാണ് ഈ ചാപ്റ്ററുകളൊക്കെ തമ്മിൽ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അതാണ് ബോണ്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി തരാം. സത്യം പറഞ്ഞാൽ ഞാൻ ഫിസിക്സ് പഠിപ്പിക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ഈ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്ന എട്ടാമത്തെ ചാപ്റ്റർ ആദ്യം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 8 ചാപ്റ്ററും തമ്മിലുള്ള ലിങ്ക് ഓഫ് ദ ലിങ്ക്, കണക്ടിവിറ്റി, അത് കൃത്യമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കുമായിരുന്നില്ലേ എന്നൊക്കെയും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 9ാമത്തെ ചാപ്റ്റർ പാർട്ട് 2 ബുക്ക് എടുക്കുമ്പോൾ അവിടെയാണ് റേ ഒപ്റ്റിക്സും അതുപോലെ തന്നെ വേവ് ഒപ്റ്റിക്സും ഡുവൽ നേച്ചർ എന്ന് പറയുന്ന 3 ചാപ്റ്റർ 9, 10, 11 ചാപ്റ്ററുകളായിട്ട് വരുന്നത്. പിന്നെ മോഡേൺ ഫിസിക്സ് ആണ് 12ാമത്തെ ചാപ്റ്റർ വരുമ്പോൾ ആറ്റംസ്, 13ാമത്തെ ചാപ്റ്റർ വരുമ്പോൾ ന്യൂക്ലിയൈ, അതുപോലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് പറയുന്നത്.
കുറച്ച് വർഷങ്ങൾ മുമ്പ് ഫിസിക്സിന്റെ ടെക്സ്റ്റില് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൂടി ഉണ്ടായിരുന്നു. ആ ചാപ്റ്റർ നൈസായിട്ട് അവർ ഒഴിവാക്കി. അപ്പൊ അങ്ങനെ നമുക്ക് എന്തുണ്ടാവണം, ഈ ഒരു ടോപ്പിക് വൈസ് ആയിട്ടുള്ള അനാലിസിസ് എന്ന് പറയുന്ന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ 6ാമത്തെ കാര്യത്തിലേക്ക് കടക്കാൻ പോവാണ്. 6th പോയിന്റ്. അതായത് എഴുതുന്ന കാര്യത്തിലും ഒരു പ്രസന്റേഷൻ സ്കിൽ ഉണ്ടാവും. പ്രസന്റേഷൻ സ്കിൽ ഇൻ റൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ, കൈയും അതുപോലെ കാഴ്ചയും തമ്മിലുള്ള ഒരു കണക്ടിവിറ്റി ഉണ്ട്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കറണ്ട് പോവാന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണം നമ്മൾ ഉരുട്ടി നമ്മുടെ വായിലേക്ക് കണ്ണടച്ച് നമ്മൾ ഇടും, അല്ലെ? അതാണ് ഹാൻഡ് ഐ കോർഡിനേഷൻ എന്ന് പറയും. അത് ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് പ്രസന്റേഷൻ സ്കിൽസ് ഇൻ റൈറ്റിംഗിലാണ് വരിക. അപ്പോൾ സാധാരണയായിട്ട് കുട്ടികളുടെ അടുത്ത് പറയുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവർക്ക് എസ്സേ റൈറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈവൻ നമ്മുടെ സിവിൽ സർവീസിൽ വരെ എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അല്ലെ? അപ്പൊ അതിന് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഹാൻഡ് ഐ കോർഡിനേഷൻ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന വ്യക്തികൾക്കുള്ള ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൈയക്ഷരം നല്ല രീതിയിൽ, ഹാൻഡ് റൈറ്റിംഗ് നല്ല രീതിയിൽ ഇംപ്രൂവ്ഡ് ആവും. അപ്പൊ കൈയക്ഷരം നന്നാവാനായിട്ട് ഹാൻഡ് ഐ കോർഡിനേഷൻ ഭംഗിയാക്കിയാൽ മതി. അപ്പൊ പതുക്കെ പതുക്കെ എഴുതാനായിട്ട് ആദ്യം പ്രാക്ടീസ് ചെയ്യണം, വിട്ട് എഴുതാനായിട്ട് രണ്ടാമത് പ്രാക്ടീസ് ചെയ്യണം, ഉരുട്ടി എഴുതാനായിട്ട് മൂന്നാമത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ആ ഹാൻഡ് റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഇനി ഞാൻ നമ്മുടെ 7ാമത്തെ പോയിന്റിലേക്ക് കടക്കാൻ പോവാണ്. ഞാൻ ഇതിങ്ങനെ നമ്പർ ഇടുമ്പോൾ ചില ആൾക്കാർ പറയും, ഇയാൾ ഈ കൈകൊണ്ട് ഇങ്ങനെ എന്തിനാ കാണിക്കുന്നതെന്ന്, അല്ലെ? ഞാൻ പോയിന്റ് വൈസ് ആയിട്ട് പറയുമ്പോൾ എത്ര വരെ എത്തി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഞാൻ ഓൾറെഡി പറഞ്ഞു 10 പോയിന്റ് ആണ്, അല്ലെ? 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോൺസെപ്ച്വൽ അനാലിസിസ് ആണ്. കോൺസെപ്റ്റ്, എന്തുകൊണ്ടാണ്, വൈ, വാട്ട്, വേർ, വിച്ച് എന്ന് പറയുന്ന WH ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നതാണ് കോൺസെപ്ച്വൽ അനാലിസിസ്. ഇത് നമുക്ക് ഒരു എക്സസൈസ് ചെയ്യാവുന്നത് സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അതേപോലെ എക്സ്പെരിമെന്റുകൾ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു അനാലിസിസ് ക്ലിയർ ആക്കാൻ പറ്റും. അപ്പൊ അതിന് നമുക്കൊരു സെമിനാറോ വർക്ക്ഷോപ്പോ ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് കുട്ടികളെ വിടുക എന്നുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ അങ്ങനെ ഈ 7ാമത്തെ പോയിന്റ് കോൺസെപ്ച്വൽ അനാലിസിസിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ സാധാരണ കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ ഒരു ലാബോ സെമിനാറോ ഒക്കെ ഇതിനെ കുറിച്ച് ചെയ്യുന്ന അവൈലബിലിറ്റി വളരെ കുറവാണ്. 7ാമത്തെ പോയിന്റ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ പ്രയാസമുള്ള ഒരു കാര്യമാണെന്ന് മാത്രമല്ല, അതാണ് ഇതിന്റെയൊക്കെ ഒരു ബേസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫിസിക്സ് എന്ന് പറയുന്നത് എന്താ, ഒരു കോൺസെപ്ച്വൽ സബ്ജക്റ്റ് ആണ്. ഇനി നമ്മളുടെ 8ാമത്തെ പോയിന്റിലേക്ക് കടക്കാൻ പോവാണ്. 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സിറ്റുവേഷൻ അനാലിസിസ് ആണ്. അപ്പൊ ഒരു ചോദ്യം വായിക്കുമ്പോ കൺസിഡർ എ മാൻ മൂവിങ് ആൻഡ് ലുക്കിംഗ് ത്രൂ എ റിയർ വ്യൂ മിറർ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അതുപോലെ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിയുടെ ക്വസ്റ്റ്യൻ. ഒരാള് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ട്രെയിനിന്റെ പ്ലാറ്റ്ഫോമിൽ ഒരു മങ്കി, കുരങ്ങനുണ്ട്. ആ കുരങ്ങൻ ഇത്ര സ്പീഡിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ നിൽക്കുമ്പോൾ എത്ര ദൂരം ആ കുരങ്ങന് എത്തിച്ചേരണം, ആ കുരങ്ങനെ ഇന്ന സമയത്ത് കാണണമെങ്കിൽ ആ കുരങ്ങന്റെ വെലോസിറ്റി എത്ര, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ സിറ്റുവേഷൻ അനാലിസിസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനുകളിലൂടെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്
യു ക്യാൻ ഗോ ത്രൂ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ, അതുപോലെ റീസണിങ്. ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് കുറെ നല്ല ബുക്കുകളുണ്ട്. നമ്മൾ RS അഗ്രവാളിന്റെ ബുക്കാണ് പണ്ട് കാലത്തൊക്കെയും വളരെ ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ളത്. ഞാൻ ബുക്ക് പ്രൊമോട്ട് ചെയ്യില്ല എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പ് പറഞ്ഞു. എന്നാലും പലരും ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി തന്നെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന സിറ്റുവേഷൻ അനാലിസിസ് എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. ഈ പറയുന്ന എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ സിറ്റുവേഷൻസ് പലതും തന്നിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഡാറ്റ നമ്മൾ ക്രോഡീകരിച്ചിട്ട് വേണം ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്താൻ പോവാണ്, പോയിന്റിലേക്ക് എത്താൻ പോവാണ്. എന്താണ് 9ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു ഓവർകം അനാലിസിസ് പാരാലിസിസ്. അനാലിസിസ് ആൻഡ് പാരാലിസിസ് എന്നല്ല ഞാൻ പറയുന്നത്, അനാലിസിസ് ചെയ്ത് പാരാലിസിസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അല്ലെ. സാധാരണ രീതിയിൽ പെൺകുട്ടികൾക്കാണ് ഈ ഇഷ്യൂ കൂടുതൽ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് മൈഗ്രെയിന്റെ പ്രശ്നങ്ങൾ പറയും. റൂട്ട് കോസ് അനാലിസിസ് ചെയ്യുമ്പോഴാണ് ഇവരുടെ മെയിൻ പരിപാടി സ്ഥിരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാരാണ്. കുറേ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് കാട് കയറും. അങ്ങനെ കാട് കയറി കഴിയുമ്പോഴാണ് ഏറ്റവും അവസാനം മനസ്സിലാവുക എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച, കുറെ സമയം പോയി എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞിട്ട് ക്ലോക്കിലേക്കൊക്കെ നോക്കും. അപ്പൊ അങ്ങനെ സമയം നിങ്ങളുടെ പോയി, അതുപോലെ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം പോയി അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓവർ തിങ്കിങ് ആയിട്ടുള്ള ഇഷ്യൂ, അതിനെയാണ് നമ്മൾ ഹൗ ടു അവോയ്ഡ് അല്ലെങ്കിൽ ഓവർകം അനാലിസിസ് പാരാലിസിസ്. അപ്പൊ അത്തരത്തിലുള്ള ഗ്രേ ഏരിയാസ് മാനസികമായിട്ടുള്ള ഒരു കാര്യമാണ്. അനാലിസിസ് പാരാലിസിസിലെ നമുക്ക് എന്ത് ചെയ്യാം, ഓവർ തിങ്കിങ്ങിനെ ഒഴിവാക്കാനായിട്ടുള്ള രീതികള്, മെത്തേഡ്സ് നമ്മൾ അവലംബിക്കാനായിട്ട് ട്രൈ ചെയ്യണം. സാധാരണ രീതിയിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇതേപോലെ കുത്തിയിരുന്ന് 2 മിനിറ്റോ 3 മിനിറ്റോ നമ്മള് ഈ പറയുന്ന തോട്ടിലേക്ക്, പകൽ കിനാവായിരിക്കാം, നെഗറ്റീവ് ചിന്തകളായിരിക്കാം, പല കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ സഡൻ ആയിട്ട് ഒന്ന് എഴുന്നേറ്റ് നോക്കാം അല്ലെ. ഫോർ എക്സാമ്പിൾ ഞാൻ ഇരിക്കുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് സഡൻ ആയിട്ട് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ബോഡിയിൽ ഉണ്ടാവുന്ന മസ്കുലർ മൂവ്മെന്റ്സ് ഉണ്ട്. അത് തന്നെ പലതരത്തിലുള്ള എക്സസൈസ് ഞാൻ ചെയ്യാണ് അല്ലെ. കൈ കൊണ്ട് ഞാൻ സംസാരിക്കുന്നു, എൻ്റെ ജോ മൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തിരിയുന്ന രീതിയിലാവുമ്പോ എൻ്റെ ബോഡിയിലുള്ള ആ മാറ്റങ്ങള് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്തുണ്ടാവും, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻപ് പറഞ്ഞ അതേ ഇഷ്യൂ, അതെന്താണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഇഷ്യൂ, ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന അനാലിസിസ് പാരാലിസിസ് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇനി നമ്മളുടെ ഏറ്റവും അവസാനത്തെ, അതായത് 10ാമത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണ്. ടൈം മാനേജ്മെന്റ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് എന്നാണ് നമ്മൾ പറയും. സാധാരണയായിട്ട് ടൈം മാനേജ്മെന്റ് ചെയ്യാനായിട്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പൊ പുഷ്പം പോലെ ടൈം മാനേജ്മെന്റ് നമ്മൾ പ്ലാനിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. നേരെ മറിച്ച് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മള് തെറ്റായ രീതിയിലുള്ള ചിന്താഗതികള്, അതിനെയാണ് അവസാനം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രെസ്സാക്കി മാറ്റുക. മലയാളത്തിൽ പറയും ആദിമൂത്ത് വ്യാധിയായോ എന്ന് ചോദിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ അത് നമ്മൾ മാനസികമായിട്ട് പലതരത്തിലുള്ള ഫോളോ അപ്പ് ചെയ്യാം. സ്ട്രെസ് മാനേജ്മെന്റ് മാറ്റാൻ നല്ലൊരു കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യാം. അത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് ടൈം മാനേജ്മെന്റും അതുപോലെ സ്ട്രെസ് മാനേജ്മെന്റും 10ാമത്തെ പോയിന്റും ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് പലരും പറയും ഇയാള് ഈ പറയുന്ന പോലെ ഓവർ തിങ്കിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ പുസ്തകം വായിക്കുക, ന്യൂസ് പേപ്പർ വായിക്കുക, അല്ലെങ്കിൽ ക്രിക്കറ്റ് TV കാണുക, ബുക്കിന്റെ റിവ്യൂ എഴുതുക, അതുപോലെ പ്രസംഗിക്കുക, ഒറേറ്റോറിയൽ സ്കില്ല്, എസ്സേ റൈറ്റ് ചെയ്യുക, ഇതൊക്കെയും ചെയ്തിട്ട് ഫിസിക്സിൽ എന്തുണ്ടാക്കാനാണ് എന്നുള്ള ചിന്താഗതി ഉണ്ടാവും.
ഫിസിക്സിൽ ഇതെല്ലാം വേണോ? ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ട് നിങ്ങൾ കുഞ്ഞുനാള് തൊട്ട് ചെയ്തു നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മാറ്റം നിങ്ങളുടെ ആ ഒരു റിസൾട്ടില് പ്രകടമാവും. അപ്പോൾ ആ തരത്തിലാണ് ഫിസിക്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ വളരെയധികം കീറി മുറിച്ചിട്ടാണ് ഈ പോയിന്റുകളെല്ലാം പറഞ്ഞത്. എന്നാൽ മാത്രമാണ് നാളെ നിങ്ങൾ ഫിസിക്സിന്റെ ഒരു ചാപ്റ്റർ ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിന് അകമ്പടി സേവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ ആ ഒരു വായനാശീലം, തിങ്കിങ് സ്കിൽസ്, നമ്മൾ തിങ്ക് ചെയ്യണമല്ലോ, അനാലിറ്റിക്കൽ സ്കിൽസ്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ സ്കിൽസും വെച്ചിട്ടായിരിക്കും ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിലനിൽക്കുന്ന പില്ലേഴ്സ് ആണ് ഇതെല്ലാം. അതുകൊണ്ടാണ് പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും മാർക്ക് കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞു പോവുക. കുറെ പുസ്തകം വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കുറെ കാര്യങ്ങൾ ലാസ്റ്റ് മൊമെന്റിൽ ചെയ്തിട്ടോ കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആസ് ഏർലി ആസ് പോസിബിൾ, ASAP എന്ന് നമ്മൾ പറയും, ആസ് സൂൺ ആസ് പോസിബിൾ, എത്രയും വൈകിക്കാതെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റില് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ ഫിസിക്സ് പഠിക്കേണ്ട രീതി ഇതാ: 2 പ്രാവശ്യം വായിക്കണം, റീഡിങ് സ്കിൽ ഉണ്ടാവണം, ആ റീഡ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ നിന്ന് ഒരു ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുക. അതുപോലെ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ടുള്ള സ്കിൽസ്, നമ്മൾ സാധാരണ അതിന് പറയുന്ന പേരുണ്ട് അല്ലെ, നമ്മള് ഒരു കോൺസെപ്ഷ്യൽ ആയിട്ട് ഒരു ഡയഗ്രാം വരയ്ക്കും, ആ ഡയഗ്രാം വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ഡയഗ്രാംസ് വരയ്ക്കാനുള്ള ഒരു കഴിവുണ്ടാവണം. എന്നാലാണ് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് ഈസി ആയിട്ട് എന്നെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ആ ഡൗട്ടുകൾ നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാനായിട്ടുള്ള നമ്പറും ഞാൻ തരാം: 9188142143. മലയാളത്തിൽ പറയാം 9188142143. അപ്പൊ നിങ്ങൾക്ക് വിളിക്കാം. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, ആശയങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനും ഈ ഒരു വേദി ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ അടുത്ത ഒരു വീഡിയോയുമായിട്ട് എത്രയും വേഗം ഞാൻ വരുന്നതാണ്. ടിൽ then എന്താണ്, ബൈ. ഓക്കെ, താങ്ക് യു.